നമസ്തേ. നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ കുട്ടികളുടെ ബുദ്ധിവികാസനവും അതേപോലെ തന്നെ അവരുടെ വിദ്യാഗുണത്തെക്കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ച് കലഹം, അതേപോലെ തന്നെ വൈരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയുന്നത് ഉപദേശാനുസരണത്താൽ വളരെ കുറച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ദേവപൂജകൾ ചെയ്യിപ്പിക്കണം, അതേപോലെ തന്നെ പിതൃപൂജകൾ ചെയ്യിപ്പിക്കണം, അതേപോലെ അതിഥി പൂജകൾ ചെയ്യിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യഥാശക്തി അനുസരിച്ചുള്ള സാമ്പത്തിക രീതികൾ മൂലം അവരുടെ ജന്മനക്ഷത്രങ്ങളിലോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം, അതല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ അവരുടെ സമയസ്ഥിതികളനുസരിച്ച് കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എളിയ പൂജാ സമ്പ്രദായ രീതികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുത്വം, ശക്തി, ഓജസ്, അതിലുണ്ടാകുന്ന തേജസ്, ഈ ഇത്തരം കാര്യങ്ങൾ തന്നെ അവരുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും മറ്റ് തടസ്സങ്ങളുണ്ടാവാതെ യഥാവിധി അനുസരിച്ച് ഈശ്വരഭാഗത്തു നിന്ന് അവർക്കത് കിട്ടിയിരിക്കും. പിന്നെ കോപിച്ച് ഉള്ള സംസാര രീതികൾ, അതേപോലെ തന്നെ ഉപദ്രവകരമായിട്ടുള്ള മൃഗീയ സ്വഭാവ രീതികൾ, മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള, അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവ വൈകൃതങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള രീതിയിലുള്ള ബോധവൽക്കരണ ക്രിയകൾ, നല്ലൊരു കൗൺസിലിംഗ് കൂടെ അതിന് നടത്തി അതിൽ നിന്ന് മരുന്നും മന്ത്രവും തന്ത്രം 3 ഇത്യാദികളെ ഉപയോഗിച്ചുകൊണ്ട് ആ നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ധാർമ്മിക രീതിയിൽ സത്യമെന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരാളിൻ്റെ ജീവിതത്തിൽ നമുക്ക് സത്യമായിട്ട് സംസാരിച്ച് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലുള്ള സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നുണ പറഞ്ഞ് അവിടെ കുടുംബകലഹം ഉണ്ടാക്കും എന്നുള്ളതല്ല വരുന്നത്. സത്യത്തിന് പുറത്തായിട്ട് അവരുടെ ആ കുടുംബ ജീവിതത്തിന് എന്താണ് ആ ഒരു മാറ്റഗതി തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആരൂഢങ്ങളിലായാലും ശരിയാണ്, ത്രിസന്ധ്യ സമയങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ചുള്ള കറക്കം അതെല്ലാം ഒഴിവാക്കിക്കണം. അവർക്ക് കൊടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആയുസ്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട ധനം, പിന്നെന്താ അതിനുള്ള മന്ത്രങ്ങൾ, ഉപദേശങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. പിന്നെ ഔഷധദാനം, അവർക്ക് ഉപദേശം മാത്രം പോരാ, അവരുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെന്താ മറ്റുള്ളവരുടെ അപമാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഇടവരുത്തരുത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളും കുട്ടികൾ അനുസരിക്കാത്ത വിധം കടന്നു മാറും. പിന്നീട് ആയുസ്, പിന്നെ മറ്റുള്ളവരോടുള്ള സംസാര രീതികൾ, മറ്റ് ശുഭപരമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹകരണങ്ങൾ, ഇതൊക്കെ ദുഃഖത്തിന് വിനയൊഴുക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മറ്റ് മഹത് വ്യക്തികളെക്കുറിച്ച് നിന്ദിച്ച് പറയുക, അവരെ കുറ്റപ്പെടുത്തുക, അവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, ഇതെല്ലാം ഒരു നെഗറ്റീവ് തോട്ടിലോട്ട് ചെന്നു പോകുന്ന കാര്യങ്ങളാണ്.
അതേപോലെ തന്നെ ഹൈ ക്ലാസ്സിൽ പഠിക്കും, ഹൈ ക്വാളിറ്റിയിലുള്ള യോഗ്യതയുണ്ട്. എവിടെയെങ്കിലും ചെന്ന് ഭക്ഷണം കഴിക്കാനിരുന്നാൽ പശു ഇരുന്ന് ചവയ്ക്കുന്ന കണക്ക്, പശുവിൻ്റെ വായിൽ വൈക്കോൽ വെച്ച് കൊടുത്താൽ ഇരുന്ന് ചവയ്ക്കുന്ന കണക്കുള്ള സൗണ്ടും വെച്ച് ഒരു ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന രീതി കാണിക്കാത്ത വിധത്തിലുള്ള ഡിഗ്നിറ്റിയിലായി ഇരുന്ന് കാണിക്കുന്നത്. ഇതെല്ലാം ജീവിതത്തിലൊരു നെഗറ്റീവ് തലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതായിട്ടുള്ള രീതികൾ നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും കുറ്റമാണ്, എങ്കിലും വേണ്ടിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് എല്ലാ നേരത്തും എല്ലാം ഓക്കെയാണ്, ഒരു കാലിൽ ഷൂവും ഒരു കാലിൽ സ്ലിപ്പറും ഇട്ടുകൊണ്ട് ചെന്ന ഒരവസ്ഥ എന്തായിരിക്കും? അത് ജീവിതത്തിൽ എല്ലാം തികഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് കാണിച്ചു വെക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവുന്നെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞാനിത് പറയാനുള്ളൊരു കാരണവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദേശങ്ങൾ രീതികൾ ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്കൊരു അനുകൂല പ്രാപ്തിയായിട്ട് വരട്ട്. ആ ഒരു ഈശ്വര സാന്നിധ്യം ചൈതന്യം ഉണ്ടാവട്ടെ. തുടർന്ന് ബാക്കിയുള്ള വീഡിയോകളിൽ ഇതേ കൂട്ട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നതായിരിക്കും.